ഇവിടെ നമ്മൾ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് നിൽക്കുന്ന ഭിത്തിയിൽ തന്നെയാണ് കൺസീൽഡാക്കുന്നത്. സാധാരണ നമ്മൾ ലെഡ്ജ് വോൾ കെട്ടിയിട്ട് കൺസീൽഡാക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ലെഡ്ജ് വോൾ കെട്ടി കൺസീൽഡാക്കുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 4 ഇഞ്ച് പൈപ്പ് കൊണ്ടുപോകാനായിട്ട് ബെൽറ്റും അതുപോലെ അതിൻ്റെ അടിയിൽ വരുന്ന കരിങ്കല്ലൊക്കെ പൊളിക്കണം. അപ്പോൾ നമ്മുടെ ഭിത്തിയുടെ ബലം കുറയാണ് ചെയ്യുന്നത്. ഇവിടെ ബാത്റൂമിൽ സ്ഥലം കുറവായതുകൊണ്ടാണ് നിൽക്കുന്ന ഭിത്തിയിൽ കൺസീൽഡാക്കിയിട്ടുള്ളത്. ഈ ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ വരുന്നില്ല. ഇനി നമുക്ക് ഫ്ലോറിലത്തെ പ്ലംബിംഗ് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബാത്റൂമിൽ നമ്മൾ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വെച്ചാലും വെക്കുന്ന ക്ലോസറ്റ് ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റാണ്. പേരിവെയറിൻ്റെ ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും അതുപോലെ ഇവിടെ വെക്കുന്ന ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റിൻ്റെ ഫുൾ മെഷർമെൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലാണ് ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുള്ളത്.